സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഓരോ സപ്പോർട്ടിന് ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ലൈക്ക് ചെയ്യുന്ന തുടങ്ങിയതിന് ശേഷം ലൈക്ക് ചെയ്തവർക്ക്, ഷെയർ ചെയ്തവർക്ക്, എല്ലാവർക്കും കമൻ്റ് അയച്ചവർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വീഡിയോ ഇടാതിരുന്ന ദിവസങ്ങളിൽ പലരും എന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നെയ്യാറ്റിങ്കര സ്വദേശിയായ ലതിക വ്ളോഗ് നടത്തുന്ന ലതിക എല്ലാ വീഡിയോയിലും ചോദിക്കും, അച്ചമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന്. നിങ്ങളുടെ എല്ലാവരുടെയും നിർബന്ധം ഉണ്ട് എൻ്റെ പിന്നിൽ വീണ്ടും ഒരു തിരിച്ചു വരവിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. കിച്ചണിൽ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്തത്. ചമ്മന്തി അരയ്ക്കുന്നതിന് വേണ്ടി എടുത്തു വച്ചിരിക്കുന്നതാണ് തേങ്ങയോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, സാദാ മുളക് പൊടി, ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കറിവേപ്പില, മല്ലിയില, ഉള്ളി, പച്ചമുളക്, ഉള്ളിയല്ലാത്ത സവാളയാണ്, സവാള, പച്ചമുളക്, ഇത് 2 നാരകത്തിലയാണ്. മാങ്ങ, ഒരു പീസ് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി പുളി കൂടെ ചേർക്കുന്നുണ്ട്, വെള്ളത്തിലിട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് അരച്ച് മിക്സിയിലിട്ട് എല്ലാം ഒരുമിച്ച് അരച്ചെടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഇന്ന് ചമ്മന്തിയും ചോറും. ചമ്മന്തി റെഡിയായി. ഇതിലോട്ടൊന്ന് മാറ്റിയാണ് നല്ല ചമ്മന്തി. ഇതിന് വേണമെങ്കിൽ ഇഞ്ചി ചമ്മന്തി എന്ന് പറയാം, നാരകത്തില ചമ്മന്തി എന്ന് പറയാം, മല്ലി ചമ്മന്തി എന്ന് പറയാം. അങ്ങനെ ഇതിലോട്ട് എല്ലാം ഞാൻ മാറ്റട്ടെ. ഇത് മാത്രമേ ഉള്ളൂ ഇന്ന് ലഞ്ചിന്. അങ്ങനെ ചമ്മന്തി റെഡിയായി. ഈ ചമ്മന്തിയും ചോറും ഞാൻ കഴിച്ചോട്ടെ. എൻ്റെ ഇത്രയും ചെറിയ വീഡിയോ ഇത്രയും സമയം നിങ്ങൾ കണ്ടതിൽ വളരെ സന്തോഷം. എല്ലാവരും എന്നെ വന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.